നഗരംപാറ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെയും സംഘത്തെയും നാട്ടുകാർ 4.5 മണിക്കൂർ ബന്ദികളാക്കി. ഇടുക്കിയിൽ നിന്നും നേരിമംഗലത്തേക്ക് വന്ന വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ബന്ദികളാക്കിയത്. ഇടുക്കി ഡിവൈഎസ്പി സംഭവസ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുകയായിരുന്നു. നേരിമംഗലം നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെയും 4 അംഗ സംഘത്തെയുമാണ് കരിമണൽ KSEB ഗസ്റ്റ് ഹൌസിൽ നാട്ടുകാർ ബന്ദികളാക്കിയത്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK സലിം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഷ്റഫ് TA, BR ബിനുലാൽ, അഖില ദിവാകരൻ, ബീറ്റ് അസിസ്റ്റന്റ് PR രതീഷ് എന്നിവരെയാണ് KSEBയുടെ കരിമണൽ ഗസ്റ്റ് ഹൌസിൽ 4 മണിക്കൂറോളം തടഞ്ഞുവച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇടുക്കിയിൽ നിന്നും നേരിമംഗലത്തേക്ക് കാറിൽ സഞ്ചരിച്ച കുടുംബത്തിനു നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ കാറിന്റെ പിൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. കൂടാതെ സാരമായ കേടുപാടുകളും സംഭവിച്ചു. ഓഡിറ്റ് 4-ന് സമീപത്ത് വച്ചായിരുന്നു സംഭവം. ഇവർ രക്ഷപ്പെട്ട് കരിമണലിലെത്തി നാട്ടുകാരെയും പഞ്ചായത്ത് പ്രതിനിധികളെയും തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിച്ചു. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ആക്രമണം നേരിട്ട കുടുംബത്തെ നേരിമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പട്ടാപ്പകൽ കാട്ടാന ആക്രമണമുണ്ടായതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ പ്രതിരോധ സംവിധാനം തീർപ്പാക്കിയ ശേഷം മാത്രം തിരികെ പോയാൽ മതിയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചത്. ഒടുവിൽ ഇടുക്കി ഡിവൈഎസ്പി സംഭവസ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. തുടർന്നാണ് ഇവരെ പോകുവാൻ അനുവദിച്ചത്. ഇതേക്കുറിച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK സലിം ഇങ്ങനെ വ്യക്തമാക്കി. അവര് കുട്ടികൾ ഉൾപ്പെടെ 2-3 കുഞ്ഞു പിള്ളേരാണ്. 5 പേര് വാഹനത്തിലുണ്ട്. 5 പേരാണ് വാഹനത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉടനെ ജനവാസം കൂടുതലുള്ള മേഖല കരിമണലിലാണ്. കരിമണലിൽ വന്ന് നാട്ടുകാരോട് വിവരം അറിയിക്കുന്നു. അവിടെ വാർഡ് മെമ്പർ, കവളങ്ങാട് പഞ്ചായത്തിൻ്റെ 10ാം വാർഡ് മെമ്പർ ഫ്രാങ്കോ സ്റ്റേഷനിലോട്ട് വിളിച്ചറിയിക്കുന്നു. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. എൻ്റെ ഡ്യൂട്ടിക്ക് പോയ സ്റ്റാഫിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു വരുത്തി ഞങ്ങൾ വാഹനമായിട്ട് സ്ഥലത്തെത്തുന്നു. അതാണ് സംഭവം. അതിനുശേഷം ഞങ്ങളെ ബന്ദികളാക്കുന്നു. നാട്ടുകാരെ ഞങ്ങളെ സ്റ്റാഫ് ഇതിന് തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ. എന്നാൽ ബന്ദികളാക്കിയിട്ടില്ല എന്നും പകരം പ്രശ്നത്തിന് തീരുമാനമുണ്ടായേ തീരൂ എന്ന് തങ്ങൾ നിർബന്ധിക്കുക മാത്രമാണ് ചെയ്തതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പിടിച്ചു വെക്കാനാണ് ഇന്ന് അവർ പോകത്തുമില്ല. അതിന് തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ DYSP ഇന്ന് വന്നതിൻ്റെ പേരിൽ അദ്ദേഹമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൻ്റെ പേരിൽ ബാക്കി കാര്യങ്ങൾ നടത്തി. ഇന്ന് വേറൊരു മീറ്റിംഗ് ഉണ്ട്. നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചൊരു ജനകീയ കമ്മിറ്റി കൂടുന്നുണ്ട്. അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളും, അതിനുശേഷം പഞ്ചായത്തിൽ വെച്ച് അടുത്തൊരു കമ്മിറ്റിയും കൂടുന്നുണ്ട്. അതിനകത്ത് ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരിക്കും. കാറിനൊപ്പം ബൈക്ക് യാത്രക്കാരന് നേരെയും കാട്ടാന ആക്രമണമുണ്ടായി. സംഭവത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. തോട്ടിയാർ പവർ ഹൌസിലെ ജീവനക്കാരനായ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമായി പട്ടാപ്പകൽ കാട്ടാന ആക്രമണമുണ്ടായതിൽ ആശങ്കയിലാണ് നാട്ടുകാരും ഇതുവഴിയുള്ള യാത്രക്കാരും. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.